നമ്മൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് പറയുക നമ്മുടെ ടോക്കിലാണ്. ടോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സെൽഫ് ടോക്കാണ്. അത് നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ പുറത്തുള്ള സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് പ്രോബ്ലം ഇല്ല. നമ്മൾ ആ ഇതിൽ നിന്ന് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എടുക്കുക എന്നുള്ള നമ്മളൊരു കോൺഷ്യസ് ആയിട്ട് നമ്മളെ മൈൻഡിൽ കൊണ്ടുവരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അതിപ്പം നിങ്ങൾക്കിപ്പം ഇമീഡിയറ്റ് ആയിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു 1 വീക്ക് ചാലഞ്ച് പോലെ അത് എടുക്കുക. ദെൻ അതിനൊരു 14 ഡേയ്സ്, 2 വീക്സ് ആക്കുക. ദെൻ അത് 3 വീക്സ് ആക്കുക, 1 മന്ത് ആക്കുക, ദെൻ 45 ഡേയ്സ്, ദെൻ 90 ഡേയ്സ്. 90 ഡേയ്സ് ഒക്കെ നിങ്ങൾ ചെയ്താൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് വരും. ബിക്കോസ് നമ്മളിപ്പം നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടാവുമ്പം അത് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ആ സിമിലർ സിറ്റുവേഷൻസ് ആയിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്തിട്ടൊന്ന് നോക്കൂ. ഇപ്പം നമ്മൾ കുറച്ച് ദിവസം ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുമ്പം അത് നമ്മൾ സിമിലർ സിറ്റുവേഷൻസ് തന്നെയായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നെഗറ്റീവ് സിറ്റുവേഷനിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി സിമിലർ ആയിട്ടുള്ള, അപ്പോഴായിരിക്കും നമ്മൾ പറയുന്നത് ഈ ഒരു ടൈമിൽ എന്താണെന്ന് അതിൻ്റെ എല്ലാം നെഗറ്റീവായിട്ട് തന്നെ പോകുന്നത് എന്നൊക്കെ പറയാനുള്ള മെയിൻ റീസൺ അത് തന്നെയാണ്. ബിക്കോസ് നമ്മൾ അത് തന്നെ തിങ്ക് ചെയ്തിരിക്കുമ്പം അതേ സിറ്റുവേഷൻസ് ആയിരിക്കും നമുക്ക് വീണ്ടും വരുന്നത്. ഇപ്പം നമ്മൾക്ക് ഒറ്റ ദിവസത്തിൽ നമുക്കിപ്പോൾ എല്ലാം മാറ്റി നമുക്ക് പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. ബിക്കോസ് മനുഷ്യരാകുമ്പോഴത്തേക്കും നമുക്കിപ്പം പോസിറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാവും, നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ, ഈ ഒരു സിറ്റുവേഷനും നമുക്ക് കടന്നു പോകും എന്ന് ചിന്തിക്കുക. എന്നിട്ട് അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന് നമ്മൾക്ക് കൂടുതലായിട്ട് തിങ്ക് ചെയ്ത് നമ്മളെ തന്നെ നമുക്ക് എന്താ പറയാനായിട്ട് ഒരു റിവാർഡ് സിസ്റ്റമൊക്കെ കൊടുത്ത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് ആ സിറ്റുവേഷൻ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. പുറത്തുനിന്ന് ഒരാൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യില്ല. ഇപ്പം നമ്മളുടെ എന്താ പറയാനായിട്ട് നമ്മളുടെ ഫിസിക്കൽ ബ്യൂട്ടി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ വേറെ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സിൻ്റെ കാര്യമാണെങ്കിലും ഒന്നും നമ്മൾ പുറത്തുനിന്ന് ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാതെ നമ്മൾക്ക് നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ പേര് പറഞ്ഞ് വെൽ ഡൺ എന്ന് പറയാം, അല്ലെങ്കിൽ യു ആർ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം മിററിന് മുമ്പിൽ നിന്ന്. ഇങ്ങനെ നമ്മൾക്ക് തന്നെ നമ്മളെ ചെറുതായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി നമ്മൾക്ക് നമ്മളെ ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് വരുന്നത് കാണാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പം നമ്മളുടെ സെൽഫ് ടോക്ക്, ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും നമ്മളെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് തന്നെ വറി ചെയ്തിരിക്കുമ്പം നമ്മൾക്ക് കൂടുതൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരിക്കും വരുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, ഇപ്പം ആരെങ്കിലും പോസിറ്റീവ് കാര്യവും പറയുന്നുണ്ടായിരിക്കും, നെഗറ്റീവ് കാര്യവും പറയും. പക്ഷേ നമ്മളെപ്പോഴും നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് ആ നെഗറ്റീവായിട്ട് ചിലപ്പോൾ പോസിറ്റീവായിട്ട് പറയണം, നമ്മൾ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും. ബട്ട് അതിനെ നമ്മൾ എത്ര നമ്മൾ ആലോചിച്ച് നമ്മൾ വീണ്ടും അതിനെ ഓർത്തിരിക്കുന്നത്, അതൊരു ഹ്യൂമൻ ടെൻഡൻസിയിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പം ഒരു പ്രാവശ്യമായിരിക്കും പറഞ്ഞത്, പക്ഷേ നമ്മളതൊരു 1000 പ്രാവശ്യം ചിന്തിച്ച് നമ്മളെ തന്നെ നമ്മളൊന്നും അല്ല എന്ന് നമ്മളാക്കി തീർക്കും. സോ അത് ഇനി നമുക്ക് വേണ്ട. നമുക്കെപ്പോഴും നമ്മളെ പുറത്തുള്ള സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ, ഞാൻ എന്നെക്കുറിച്ച് ഞാൻ നന്നായിട്ടേ പറയത്തുള്ളൂ, ഞാൻ പോസിറ്റീവായിട്ടേ ഇരിക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുക. ഡെഫിനറ്റ്ലി ഞാൻ പറയുകയാണ്, വീണ്ടും നമുക്ക് നെഗറ്റീവ് സിറ്റുവേഷൻസ് വരും. പക്ഷെ അതിനൊരു ടൈം കൊടുത്ത് ഓക്കെ ഇത് ഈ ഒരു ടൈമോടെ കഴിഞ്ഞു, ഇനി നമുക്ക് വേറെ എന്ത് നടക്കും എന്നുള്ള. ബിക്കോസ് ചില സിറ്റുവേഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് തിങ്ക് ചെയ്ത് ആ പോസിറ്റീവായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ആലോചിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടൊന്ന് ഇരിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് എന്താവും, നല്ല ഹാപ്പി ഹോർമോൺസ് റിലീസാവും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ ആ ഒരു ഹാപ്പി ഹോർമോൺസിൻ്റെ കെമിക്കൽസ് എല്ലാം റിലീസാവുമ്പം നമുക്ക് ആ ഒരു ചേഞ്ച് നമ്മളുടെ സിറ്റുവേഷൻസിലും നമുക്ക് ചുറ്റിനുള്ള എൻവയൺമെൻറ്റിലൊക്കെ ആ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. ബിക്കോസ് നിങ്ങൾക്ക് കുറച്ച് ദിവസം നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. മിററിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കെല്ലാം ഐ ആം കേപ്പബിൾ, ഐ ആം വർത്തി, എനിക്കെപ്പോഴും അബണ്ടൻസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കി നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പം ഡെഫിനറ്റ്ലി നമുക്ക് ഔട്ട്സൈഡ് സിറ്റുവേഷനും ചേഞ്ചായി വരുന്നത് കാണാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ ആദ്യം ഒരു 1 വീക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, ദെൻ ഒരു 2 വീക്സ് ആക്കുക, ദെൻ ഒരു 3 വീക്സ് ഒക്കെ ആക്കുക. താങ്ക് യു സോ മച്ച്.